Hi students, welcome to ASF Academy. This is Femin. Today we discussed about what is investment and features of investment. Fundamentals of investment എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്നും അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താ നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിലെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്യുക. എന്തിന്? റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആവാം, അല്ലെങ്കിൽ ഇന്ന് കൺസ്യൂം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കുകയാണ്. ഫ്യൂച്ചർ ഗെയിൻ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് മാറ്റുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ എന്താണ് വരുന്നത്? സാക്രിഫൈസിങ് പ്രസന്റ് കൺസംഷൻ ഫോർ ഫ്യൂച്ചർ ഗെയിൻ. ഓക്കെ, നമ്മൾ ആ ഒരു എമൗണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഒരു 5 lakh rupees ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അത് യൂസ് ചെയ്യാതെ ഫ്യൂച്ചറിലേക്ക് എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ലൈക്ക് ഷെയർസ് ആവാം, അല്ലെങ്കിൽ എൻ്റെ റിയൽ എസ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ എൻ്റെ ബോണ്ട് ആവാം, ഡെപ്പോസിറ്റ്സ് ആവാം. അപ്പൊ ഫ്യൂച്ചറിൽ പ്രസന്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ആണ് കിടക്കുന്നത്. എക്സ്പെക്ട് ചെയ്യാണ് കൂടുതൽ കിട്ടുമെന്ന്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാക്രിഫൈസിങ് പ്രസന്റ് കൺസംഷൻ ഫോർ ഫ്യൂച്ചർ ഗെയിൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു വേർഡ് സാക്രിഫൈസിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിംഗ് മണി ഫോർ പ്രോഫിറ്റ്. അത് നമ്മൾ നോർമലി പറയുന്നത്. നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താ? ഫ്യൂച്ചർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ കേൾക്കുന്ന വേറെ രണ്ടൊരു വേർഡ് പറയാം. നമുക്ക് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ സ്പെക്യുലേഷൻ പറയാം. അതിന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ് അങ്ങനെ ഡിഫറെന്റ് ആണ് എന്ന് പറയുന്നത്? രണ്ടിലും നമുക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാംബ്ലിംഗ് ആവട്ടെ അല്ലെങ്കിൽ സ്പെക്യുലേഷൻ ആവട്ടെ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രൈ ടു മേക്ക് ഇമീഡിയറ്റ് ഗെയിൻ അല്ലെങ്കിൽ ക്വിക്ക് ഗെയിൻ ആണ് നമ്മൾ അവിടെ ട്രൈ ചെയ്യുന്നത്. അത് വിത്തിൻ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ചെറിയൊരു പീരിയഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ ലാഭം കൊയ്യുക എന്ന് പറയും. അതിനാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അത് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലക്കാണ്. പക്ഷെ ഈ ലക്ക് എന്നുള്ള എലമെന്റ് അല്ല ഇൻവെസ്റ്റ്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ പ്ലാനിങ് ആണ് ഇൻവെസ്റ്റ്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്ലാനിങ് ആക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യാണ് ഫ്യൂച്ചറിൽ പ്രസന്റിനേക്കാൾ റിട്ടേൺ കിട്ടുമെന്നുള്ള നമ്മുടെ ഗുഡ് പ്ലാനിങ് ആണ് അവിടെ ഗുഡ് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലാൻ ഡിസിഷൻ ആണ്. പ്ലാൻ ഡിസിഷൻ, okay, to put money in it is a planned decision to put money in financial asset with a risk return trade off. Okay, ഈ risk return trade off പറഞ്ഞാൽ എന്താണ്? it is an investment principle. risk return trade off എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. ഇത് ഇൻഡിക്കേറ്റ് എന്താണ്? ഇൻഡിക്കേറ്റ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് പറഞ്ഞാൽ നമ്മൾ എന്താ ഇൻഡിക്കേറ്റ്? നമുക്ക് റിസ്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം, റിസ്ക് എത്രത്തോളം കൂടുന്നു അത്രത്തോളം റിസ്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ റിവാർഡ് ഹയർ റേറ്റ് ഓഫ് റിസ്ക് ആണെങ്കിൽ വി എക്സ്പെക്ട് ഹയർ റേറ്റ് ഓഫ് റിവാർഡ്. ദാറ്റ് ഈസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക? ഇറ്റ് ഈസ് എ പ്ലാൻ ഡിസിഷൻ ടു പുട്ട് മണി ഇൻ ഫിനാൻഷ്യൽ അസെറ്റ്. ഫിനാൻഷ്യൽ അസെറ്റ് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ആവാ, അല്ലെങ്കിൽ എൻ്റെ ഡെപ്പോസിറ്റ്സ് ആവാ, ബോണ്ട് ആവാ, എക്സെട്ര എക്സെട്ര. അങ്ങനെയുള്ള ഏതിലെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ക്യാഷ് ഇടുമ്പോൾ അവിടെ വിത്ത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. ഹയർ റിസ്ക് വരുന്നുണ്ടെങ്കിൽ വി ഗെറ്റ് എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എക്സാമ്പിൾസ് ആ പറയുന്നത് റിയൽ എസ്റ്റേറ്റ്, ആർട്ട് ആവാം, എന്തെങ്കിലും ആർട്ട് വർക്ക് ആവാം, അല്ലെങ്കിൽ ഷെയർസ് ആവാം, ഡെപ്പോസിറ്റ്സ് ആവാം, എക്സെട്ര ഒരുപാടുണ്ട്. നമ്മളുടെ എന്താ ഡിബെഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആവാം, അല്ലെങ്കിൽ ആൻറ്റിക്സിനോടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവാം, എക്സെട്ര. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ട് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഷാർപ്പ് ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു എഫ് എംഗ്ലിംഗ്. ഇവർ രണ്ടുപേരുടെ ഡെഫിനിഷൻ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ഷാർപ്പ്, ഇൻവെസ്റ്റ്മെന്റ് ഈസ് സാക്രിഫൈസ് ഓഫ് certain present value for some uncertain future value. ഇന്നുള്ള എന്തെങ്കിലും ഒരു certain present value വി സാക്രിഫൈസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ
സം അൺസർട്ടൺ ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടി ഫ്യൂച്ചറിൽ നമുക്ക് അറിയാതെ അൺസർട്ടൺ ആയിട്ട് കിടക്കുന്ന ഫ്യൂച്ചറിൽ എന്തെങ്കിലും വാല്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇന്നുള്ള പ്രസന്റ് വാല്യൂ സാക്രിഫൈസ് ചെയ്യുന്നതിനാണ് എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഡെഫിനിഷൻ പറയുന്നത് according to F. Amling, purchase of financial asset that produce a yield that is proportionate to the risk assumed over some future investment period. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞതിന് ഒരു ഡിഫറെന്റ് വേർഷനിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പർച്ചേസസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അത് പർച്ചേസ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, ടു പ്രൊഡ്യൂസ് എ ഈൽഡ് പറഞ്ഞാൽ എന്താ, നമ്മൾ കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ, നമ്മൾ അതിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ആ റിട്ടേൺ എങ്ങനെ ആയിരിക്കും, ദാറ്റ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ റിസ്ക് അസ്യൂംഡ്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ റിസ്ക് അസ്യൂംഡ് ഓവർ സം ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് പീരിയഡ്. എത്ര വർഷത്തേക്കാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് 5 years ആവാം, അല്ലെ 2 years ആവാം, അല്ലെ 10 years ആവാം, എത്ര വർഷത്തേക്കാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ വർഷത്തിലത്തെ റിസ്കിനോട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റിൽ നിന്ന് ഒരു റിട്ടേൺ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ആദ്യത്തെ പറഞ്ഞ എന്തായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സാക്രിഫൈസിങ് ദ പ്രസന്റ് വാല്യൂ ഫോർ സം അൺസർട്ടൺ ഫ്യൂച്ചർ വാല്യൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും എക്സാം എഴുതുമ്പോൾ 1 or 2 ഡെഫിനിഷൻ എഴുതാൻ നോക്കണം, അപ്പോൾ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് 2 ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞത്. സെക്കൻഡ് ഡെഫിനിഷനിൽ അതിനെ ഞാൻ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് വേറൊരു വേർഷനിൽ പറഞ്ഞു, നമ്മളൊരു ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് അതിൽ നിന്ന് റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടാണ്. ആ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ വർഷത്തിലെ റിസ്കിനോട് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ റിസ്ക് അസ്യൂംഡ് ഓവർ സം ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് പീരിയഡ്. ഇത്രയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റിനുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫീച്ചറിന് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സെയിം കാര്യം. എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റിട്ടേൺ വേണ്ടിയിട്ട്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താ, ഓവറോൾ പ്രോഫിറ്റ് ദാറ്റ് എൻ ഇൻവെസ്റ്റർ മൈറ്റ് എക്സ്പെക്ട് ടു റിസീവ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ റിട്ടേൺ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം, ഒന്നിൽ ഇൻകം ആയിരിക്കാം, ലൈക്ക് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആവാം. നമ്മളുടെ നമ്മൾ മേടിച്ച അസറ്റിന് കറന്റ് മാർക്കറ്റിലെ പ്രൈസ്, അതിന്റെ വാല്യൂ ഇൻക്രീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതാ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ, അപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന റിട്ടേൺ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പിലോ, ഒന്നില് റെഗുലർ ഇൻകം, നമുക്ക് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് പോലെ, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അതിൽ നിന്ന്. ഓക്കെ, ഇതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടർ നെക്സ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് റിസ്ക്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ടെങ്കിൽ അവിടെ റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് അൺസർട്ടിനിറ്റി അബൌട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് എത്രത്തോളം അതിന് റിട്ടേൺ കിട്ടും എന്നുള്ളത് ഒരു അൺസർട്ടിനിറ്റിയാണ്. അപ്പൊ അതിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു റിസ്ക് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പറയുന്നത് എന്താണ്, ഹയർ റിസ്ക് വരുമ്പോൾ ഹയർ റിട്ടേൺ, അല്ലെങ്കിൽ ഹയർ റിട്ടേൺ വരുമ്പോൾ അവിടെ ഹയർ റിസ്കും ഉണ്ടാവും എന്നതാണ്. ഓക്കെ, തേർഡ് പോയിന്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ ആണ്. എത്ര ഈസി ആയിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്യാഷ് കൺവേർഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈസി വിത്ത് വിച്ച് ഇൻവെസ്റ്റർ ക്യാൻ കൺവേർട്ട് his investment അല്ലെങ്കിൽ her investment quickly into cash, that is liquidity എന്ന് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡ് എത്രയും പെട്ടെന്ന്, എത്രയും വിത്തിൻ ഷോർട്ട് പീരിയഡിൽ എങ്ങനെ ലിക്വിഡ് ക്യാഷിലേക്ക് നമുക്കത് ഒരു ആവശ്യം വന്നാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് സേഫ്റ്റി ഓഫ് ഫണ്ട്. സേഫ്റ്റി ഓഫ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ അതിന് കിട്ടുന്ന റിട്ടേൺ അല്ല, പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ 10 lakh എന്ന് പറയും, 10 lakh ആണ് ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ എമൗണ്ട്. അതിനുള്ള സേഫ്റ്റിയാണ്. ഇത് ഇൻവെസ്റ്റർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് ബാക്ക് ഹിസ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺ മെച്യൂരിറ്റി. ഇപ്പൊ 10 lakh നമ്മൾ 5 yearsന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ 5 years
ആ 10 ലാഖിനുള്ള സേഫ്റ്റി ആണ് പറയുന്നത്, സേഫ്റ്റി ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ 10 ലാഖ് ആണ്, ഒരു 2 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ വന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഷെയർസിലാണെന്ന്, ഫോർ എക്സാമ്പിൾ ഷെയർസിലാണ്, അങ്ങനെ വന്ന് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒക്കെ ആണ് 10 ലാഖിന്റെ സ്ഥാനത്ത് ഒരു 15 ലാഖ് ആണ് നമ്മളുടെ ടോട്ടൽ ഷെയറിന്റെ എമൗണ്ട് ആയിട്ട് കൂടിയിട്ടുണ്ടാവും. പക്ഷെ ആഫ്റ്റർ 5 ഇയേഴ്സ് ചിലപ്പോൾ എന്തെങ്കിലും കമ്പനിയിൽ വന്ന പ്രോബ്ലംസ്, ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോക്ക് ക്രാഷസ് കാരണം കൊണ്ടോ നമ്മളുടെ ഷെയറിന്റെ വാല്യൂ ഒരുപാട് കുറഞ്ഞ് 10 ലാഖ് ഇന്ന് ഉള്ള സ്ഥാനത്ത് 8 ലാഖ് ആയിട്ട് അത് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ആഫ്റ്റർ 5 ഇയേഴ്സ് ചാൻസസ് ഉണ്ട് നമ്മളുടെ സേഫ്റ്റി അല്ലെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയാനുള്ള ചാൻസസും ഉണ്ട്. 8 ലാഖ് ആയി 2 ലാഖ് നമുക്ക് അവിടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ തന്നെ വന്ന നഷ്ടമാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിൽ മെച്യൂരിറ്റി ടൈമിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിനുള്ള സേഫ്റ്റിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റബിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റി പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റബിലിറ്റി ആണ് ഈസി ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാർക്കറ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ക്യാഷിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നത് ലിക്വിഡിറ്റിയിൽ. മാർക്കറ്റബിലിറ്റിയിൽ പറയുന്നത് എങ്ങനെ ഈസി ആയിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ടു സംവൺ എൽസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം. നേരത്തെ പറഞ്ഞ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം പറയുന്നത് റെഗുലർ റിട്ടേണിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരു പോയിന്റ് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഒരു പോയിന്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഒന്നല്ല റെഗുലർ റിട്ടേൺ കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ കൂടെ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം നമുക്ക് അതിന് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണിലുള്ളത്. അപ്പോൾ ഇവിടെ റെഗുലർ റിട്ടേൺ ആണ് പറയുന്നത്. അതേപോലെ വേറൊരു പോയിന്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഇൻക്രീസിങ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടാക്സ് കൺസിഡറേഷൻ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ് വിൽ അല്ലെങ്കിൽ ദേ വിൽ എഫക്ട് ദ നെറ്റ് റിട്ടേൺ ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റിന്റെ നെറ്റ് റിട്ടേണുമ്പോൾ എഫക്ട് ചെയ്യണ ടാക്സ് ഡിഫറെന്റ് വേസിലാവാം അത് എഫക്ട് ചെയ്യുക. ഇപ്പൊ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ലോസ്, ഇങ്ങനെയൊക്കെ പല ഡിഫറെന്റ് കാറ്റഗറീസ് തിരിച്ചിട്ട് അതിന് ഡിഫറെന്റ് രീതിയിലാണ്. ഇപ്പൊ ഇൻട്രസ്റ്റിനായാലും ഡിവിഡൻഡ്, ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ലോസ് 4 ഹെഡ്സ് പറഞ്ഞു. ഈ 4 ഹെഡ്സും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ടാക്സ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിന്, അതേപോലെ ലോസസ് ഒക്കെ ഡിഫറെന്റ്ലി ആണ് നമ്മൾ ടാക്സ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഇൻകം ടാക്സിൽ നമ്മൾ പഠിക്കേണ്ടതൊക്കെ അപ്പൊ അത് ഡിഫറെന്റ്ലി ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ടാക്സ് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറൊരു സ്പെഷ്യൽ നമ്മളുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പെഷ്യൽ ടാക്സ് ഇൻസെന്റീവ്സ് ഉണ്ടാവും, അതിൽ ടാക്സ് എക്സെപ്ഷൻസ് ഉണ്ടാവും, അതിനൊക്കെ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടാക്സ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, മീനിങ്, അതിന്റെ ഡെഫിനേഷൻ 2 പറഞ്ഞു, ജസ്റ്റ് ഫീച്ചേഴ്സ് ഒരു 7 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അവിടെ റിപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ ഈ കൂടെ ഉള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.